പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിർബന്ധമായും ചെയ്യേണ്ട ഫർള് ഐനായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഓരോ മാസവും എത്തിച്ചേരുന്ന നല്ലവരായ സഹോദരിമാരെ, ഇന്ന് നമുക്ക് പറയുവാനുള്ളത് ഇത് റജബ് മാസമാണ്. റജബ് മാസത്തിൽ നാം സാധാരണയിൽ കേൾക്കാറുള്ള വിഷയങ്ങൾ അത് മറന്നുപോയതൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കൂടുതൽ വലിയ വിഷയങ്ങൾ പറയാനുള്ള സമയമില്ല. നാം പഠിച്ച അത്യാവശ്യ കാര്യങ്ങളെ തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. നമ്മൾ പഴയ കാലത്ത് തന്നെ കേട്ടതാണ് റജബ് മാസം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് പോയ മാസമാണ് എന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രി ബുറാഖ് എന്ന വെളുത്ത മൃഗത്തിൻ്റെ പുറത്ത് കയറി സെക്കൻഡുകൾ കൊണ്ട് കണ്ണെത്താ ദൂരത്തോളം പറന്നുപോയ ഒടുവിൽ അവിടുന്ന് ആകാശത്തേക്ക് ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന 7 ആകാശത്തിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ആ പള്ളിയിലേക്കും പോയി. മക്കത്തെ പള്ളിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് പള്ളി, ആ പള്ളിയിൽ നിന്ന് ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന 7ാം ആകാശത്തിലുള്ള പള്ളിയിലേക്ക്, മലക്കുകളുടെ പള്ളി. മലക്കുകൾക്ക് അവിടെ കഅബ ശരീഫ് പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു പള്ളി, അതിൻ്റെ പേരാണ് ബൈത്തുൽ മഅ്മൂർ. അതിനെ തവാഫ് ചെയ്യുന്നുണ്ട് മലക്കുകൾ. അവിടേക്ക് പോയി. അതിൻ്റെ അപ്പുറം മലക്കുകൾക്ക് പോകാൻ കഴിയില്ല. അതിൻ്റെ അപ്പുറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. 7ാം ആകാശത്തിൻ്റെ അറ്റത്താണ് വലിയൊരു മരമുള്ളത്. ആ മരത്തിൻ്റെ പേര് നമുക്കൊക്കെ അറിയാം. മലക്കുകൾ താമസിക്കുന്നതായ ആ മരത്തിൻ്റെതായ അപ്പുറത്തേക്ക് മലക്കുകൾക്ക് വരാൻ കഴിയില്ല. സിദ്റത്തുൽ മുൻതഹ എന്നാണ് ആ മരത്തിൻ്റെ പേര്. അത് കുഞ്ഞിൻ്റെ പേരല്ലേ എന്ന് ചോദിക്കും. ഇപ്പൊ കുഞ്ഞുങ്ങൾക്കും ആ പേര് വെക്കുന്നുണ്ട്, കുഴപ്പമില്ല. മലക്കുകളുടെ പരൻ്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. ലോകത്തിൻ്റെ അറ്റത്ത് നിൽക്കുന്ന മരം. അതിൻ്റെ അപ്പുറം മലക്കുകൾക്കും പോകാൻ അധികാരമില്ല. അതിൻ്റെ അപ്പുറം സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണ് ജന്നത്തുൽ മഅ്വ എന്ന സ്വർഗം. സ്വർഗം അതിൻ്റെ അടുത്താണ്. നരകം സ്വർഗത്തിൻ്റെ താഴെയാണ്. അഥവാ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പാലമിട്ടിട്ടുണ്ട്. ആ പാലത്തിലൂടെ പോകുമ്പോൾ താഴേക്ക് വീണാൽ നരകമാണ്, നേരെ പോയാൽ സ്വർഗമാണ്. അള്ളാഹു സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കട്ടെ. സ്വർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി നോക്കി എന്ന് ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത്തലഅ്തു ഫിന്നാർ, ഞാൻ നരകത്തിലേക്കും എത്തി നോക്കി. സ്വർഗവും നോക്കി, നരകവും നോക്കി. ഇപ്പൊ നരകത്തിൻ്റെയാണ് ഇപ്പോൾ ഈ ഹദീസിൽ ഞാൻ പറയുന്നത്. ഫറഅയ്തു അക്തറ അഹ്ലിഹൻ നിസാ, നരകത്തിൽ ഞാൻ നോക്കിയപ്പോൾ കഷ്ടകാലം എനിക്ക് കണ്ടത് അതിൻ്റെ അഹ്ലുകാരിൽ നിന്ന് അധികവും അന്നിസാ, പെണ്ണുങ്ങളായിരുന്നു, സ്ത്രീ സമൂഹത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു. വദാലിക ബിസബബി ഖില്ലത്തി ത്വാഅതിഹിന്ന ലില്ലാഹി വലിറസൂലിഹി വലിഅസ്വാജിഹിന്ന വകസറത്തി തബഹുർജിന്ന വത്തബഹുർ ഹുവ ഇദാ അറാദൽ ഖുറൂജ് മിൻ ബൈതിഹാ ലബിസത് അഫ്ഖറ സിയാബിഹാ. എന്താണ് ഈ പറഞ്ഞത്? നരകത്തിൽ സ്ത്രീകൾ അധികവും കാണാൻ കാരണം കുറേ ഹദീസുകളുണ്ട്. നിങ്ങൾ മുമ്പ് കേട്ട ഹദീസല്ല ഇത് വേറെയാണ്. ഇതിൽ കാരണം പറയുന്നത്, ഒന്ന്, ഖില്ലത്തി ത്വാഅതിഹിന്ന ലില്ല, അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ അവർ വളരെ കുറവ് കാണിക്കുന്നുണ്ട്. അള്ളാഹിനെ വഴിപ്പെടുന്നതിലുള്ള കുറവും ഖില്ലത്തുമാണ്. ഖില്ലത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറവ്. അള്ളാഹ്ക്ക് വഴിപ്പെടുന്നത് കുറവായതുകൊണ്ട്, വലി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വഴിപ്പെടുന്നില്ല, സുന്നത്തെടുക്കുന്നില്ല. വലിയ അസ്വാജിഹിന്ന, സുന്നത്തല്ല, സുന്നത്തെടുത്തില്ലെങ്കിൽ നരകത്ത് പോലല്ലോ. അപ്പോൾ ഫർള് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ഫർളായ കാര്യങ്ങളും എടുക്കുന്നില്ല.
വലിഅസ്വാജിഹിന്ന, അവരുടെ ഭർത്താവിന് വഴിപ്പെടുന്നതും കുറവാണ്. ഭർത്താക്കന്മാർക്കും വഴിപ്പെടുന്നില്ല. അത് അള്ളാഹു റസൂലും പഠിപ്പിച്ചത് തന്നെയാണ്. അതിനൊരു കാര്യം വേറെ പറഞ്ഞു എന്നേ ഉള്ളൂ. അള്ളാഹുവും റസൂലും സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച വിഷയത്തിൽ പെട്ടതാണല്ലോ ഭർത്താക്കന്മാർക്ക് ഭയപ്പെടുക എന്നുള്ളത്. അതിൽ നിന്നൊരു പ്രത്യേക കാര്യത്തെ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഭർത്താക്കന്മാർക്ക് വഴിപ്പെടുന്നതും കുറവായതുകൊണ്ടാണ് എൻ്റെ സമുദായത്തിൽപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകള് ലോകത്തുള്ള മുസ്ലിം സ്ത്രീകളിൽ നിന്ന് അധികവും നരകത്തിൽ പോകാൻ കാരണം ഭർത്താക്കന്മാരെ വഴിപ്പെടുന്നതിലുള്ള വീഴ്ചയാണ്, കുറവാണ്, കില്ലത്താണ്. പിന്നെ എല്ലാം കില്ലത്തല്ല, കുറച്ച് കസറത്തുണ്ട്. കില്ലത്ത് എന്ന് പറഞ്ഞാൽ കുറവ്, കസറത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ. എല്ലാം കില്ലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ബേജാറാവൂലേ? ഇതിൽ കസറത്തുമുണ്ട്. എന്താണ് കസറത്ത്? നരകത്തിൽ കടക്കാനുള്ള അധികം സംഭവം നടന്നത് കസറത്തു തബഹ്റുജിഹിന്ന, അവർ പുറത്തിറങ്ങി അലഞ്ഞു നടക്കൽ വർദ്ധിക്കുന്നു. വർദ്ധിച്ച കാര്യം എന്താ? പുറത്തിറങ്ങി നടക്കുന്നു. അധികവും പുറത്തന്നെയാണ്. പുറത്തു പോയാൽ എന്താ? തബഹ്റുജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പുറത്തിറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആവശ്യത്തിന് പോകുന്നതിനെ കുറിച്ചല്ല. ഇദാ അറാദത്തിൽ ഖുറൂജു മിൻ ബൈതിഹാ, വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ അവൾ ചിന്തിച്ചാൽ ഉടനെ ലബിസത്ത്, അവൾ ധരിക്കുന്നു, അഫ്ഖറ സിയാബിഹാ, അവളുടെ വസ്ത്രത്തിൽ നിന്ന് ഏറ്റവും മുന്തിയത് നോക്കിയിട്ട് അവൾ ധരിക്കുകയാണ്. വതഹമ്മലത്ത് വതജമ്മലത്ത്, അവൾ ജമീലയാവുകയാണ്. ജമീല എന്ന് പറഞ്ഞാൽ എന്താ? പേരല്ല. ജമീലത്ത് എന്ന് പറഞ്ഞാൽ സുന്ദരി, കാണാൻ നല്ല ചൊർക്കുള്ളത്, ഏറ്റവും സുന്ദരിയാകാൻ നോക്കുകയാണ് അവൾ. പുറത്തിറങ്ങുമ്പോൾ മാത്രം സുന്ദരിയാവുകയാണ്. എൻ്റെ ഉള്ളിലോ സുന്ദരിയല്ല, സുന്ദരിന്റെ മണം പോലുമില്ല. പിന്നെ എടങ്ക അപ്പുറത്തെ ഹിന്ദുക്ക സുന്ദരി വന്നെങ്കിലായി, അല്ലാണ്ട് ഓള് സുന്ദരിയല്ല. പുരയിലാണ് സുന്ദരിയാവേണ്ടത്. ഇതെപ്പോഴാ? പുറത്തിറങ്ങുമ്പോഴാണ് അവൾ സുന്ദരിയാവുന്നത്. വതഹസ്സനത്ത്, മനോഹര വസ്ത്രങ്ങൾ ധരിക്കുന്നത്. എന്നിട്ട് വഖറജത്ത്, അവൾ പുറത്തിറങ്ങുന്നു. തഫത്തുനന്നാസി ബിനഫ്സിഹാ, അവളുടെ ശരീരവും വണ്ണവും നീളവും അവൻ്റെ വണ്ണ വലിപ്പമെല്ലാം കാണിച്ച് ജനങ്ങളെ വസ്വാസാക്കുകയാണ്, ഫിത്നയാക്കുകയാണ്. ഫിത്ന പറഞ്ഞാൽ ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ശൈത്താൻ അതിൻ്റെ കൂടെ അവളെ കൂടുതൽ ഭംഗിയാക്കാൻ വേറെ ഉണ്ടാവും. കൈനത്ര ഓള് ഭംഗിയാക്കിയിട്ടുണ്ട്. എല്ലാം വീട്ടേക്കും തേച്ചിട്ടുണ്ട്, തലക്കും തേച്ചിട്ടുണ്ട്, കൈക്കും കാൽക്കുള്ള തേച്ചിന്. ഡ്രസ്സാണെങ്കിലോ വളരെ ഭംഗിയായിട്ടുണ്ട്. അത് ടൈറ്റാക്കിയിട്ട് ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നല്ല രസത്തിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ ആണുങ്ങൾ ബോധം കെട്ടുകയും. അതിൻ്റെ കൂടെ ശൈത്താൻ കൂടി ഒരു പണിയെടുക്കുന്നുണ്ട്. എന്താ? ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ അവളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് ശൈത്താൻ വന്നിരിക്കുമെന്നാണ്. ഓക്ക് പണിയില്ല, ബാക്കിയൊക്കെ ശൈത്താൻ ചെയ്യും. അതിങ്ങനെ നല്ല വലിപ്പത്തിലും നല്ല കളറിലും ആയിട്ട് ഇങ്ങനെ ആണുങ്ങളെ കണ്ണ് കണ്ണടിക്കും. ഫസ്റ്റ് കണ്ണ് കടിക്കുന്നത് തന്നെ ആയിരിക്കും. അങ്ങോട്ടേക്ക് പോകുമ്പോഴോ അവളുടെ അരക്ക് താഴെ ബാക്ക് ഭാഗത്ത് പൊന്തി നിൽക്കുന്ന ഭാഗത്ത് വന്ന് ശൈത്താനിരുന്ന് അതിങ്ങനെ കളറാക്കി കാണിക്കും. അതിങ്ങനെ ഉരുട്ടി 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 നടക്കുന്നത് കണ്ടാൽ ആണുങ്ങൾ ഉരുണ്ടുരുണ്ട് വീണു പോകും. അത് ശൈത്താൻ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജനങ്ങളെ ഓള ശരീരം കൊണ്ട് ഫിത്നയാക്കിക്കൊണ്ട് പുറപ്പെടുന്ന പെണ്ണാണ്. ഫൈൻ സലിമത്ത് ഫീ നഫ്സിഹ, ഓള് ബുർക്കല്ലിട്ടിട്ട് നല്ല സുന്ദരി ആയിട്ട് ഉള്ളിലുണ്ടെങ്കിലും ഓള് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. ഓള് ബുർക്കിട്ടിന്, പക്ഷേ ലം യസ്ലിമിന്നാസു മിൻഹാ, ജനങ്ങൾക്കത് കണ്ടാ മതി, ജനങ്ങൾ രക്ഷപ്പെടുന്നില്ല. എല്ലാവരും നോക്കിപ്പോന്നു. ഓളാളെയും ആരെയും നോക്കുന്നില്ല. ഓൾക്ക് നോക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം, പക്ഷെ നോക്കൂല. ജനങ്ങളൊക്കെ ശരിക്കും നോക്കിയിട്ട് അവളെ തിന്നുകയാണ്. ആ നിലയിൽ പുറത്തിറങ്ങുന്ന പെണ്ണ് ആവശ്യമില്ലാതെയും പോവുകയാണ്. പെണ്ണുങ്ങൾ അങ്ങനെ പുറത്തു പോവില്ല. ടിക്കറ്റിനെല്ലാം പൈസ വേണമല്ലോ, ബസ്സിനൊക്കെ പൈസ വേണ്ടിയത് കൊണ്ട് ഇപ്പൊ പെണ്ണുങ്ങളൊന്നും പുറത്തു പോവില്ല. പൈസ ചെലവാക്കുമോ വെറുതെ?
ഇനി പൈസ മറ്റും ഇല്ലാന്ന് നാറ്റും ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കാം, എന്നാൽ വെറുതെ പുറത്തു പോകുമായിരുന്നു. ഇപ്പം അങ്ങനൊന്നും ഇല്ലല്ലോ. എന്താ ഇല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത് തൽക്കാലം. അപ്പോ ആവശ്യമില്ലാതെ പുറത്തു പോവുക എന്നുള്ളത് പെണ്ണുങ്ങൾക്ക് പാടുള്ളതല്ല. മെഹറാജിന്റെ രാത്രിയിൽ നരകത്തിൽ കൂടുതലും കാണാൻ കാരണം ഒന്ന്, ഭർത്താക്കന്മാർക്കും അള്ളാഹു റസൂലും ഭയപ്പെടുന്നില്ല, കുറവാണ്. പിന്നെ കൂടുതലാണ് പുറത്തിറങ്ങുന്നത് ചെത്തി മിനുക്കിയിട്ട്. ഇത് ഒരു പെണ്ണ്, അള്ളാഹിനെ പേടിക്കുന്ന പെണ്ണ്, ആഖിറത്തിൽ പ്രതീക്ഷയുള്ള പെണ്ണ്, ഖബറിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള പെണ്ണ്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള പെണ്ണിന് പാടുള്ളതല്ല. അള്ളാഹു റസൂലും വിശ്വസിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. മോഡേണിസ്റ്റുകൾ പുതിയ വാദങ്ങൾ, പുതിയ ലോകത്തിന്റെ നിയമങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തന്നെ ശരി, നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്നത് തെറ്റ്. ഇത് ശരിയാകുന്നത് എപ്പോഴാണ്? അള്ളാഹു റസൂലും വിശ്വസിക്കുന്ന ആൾക്ക് മാത്രമാണ്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഉപദേശം. ബാക്കിയുള്ളവർക്ക് എന്തും ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് പറയട്ടെ. അൽ മർഅത്തു, പെണ്ണ് എന്ന് പറഞ്ഞാൽ ഔറത്തുൻ, അവള് തലിന്റെ കൊടി മുതൽ കാലിന്റെ അടിവരെ ഔറത്താണ്. അവൾ ശരീരമാസകലം ഔറത്താണ്. ഫഹ്ബിസൂഹുന്ന ഫിൽ ബുയൂത്ത്, അവർ നിങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടണോ, അവരെ വീടുകളിൽ ബന്ധാക്കിക്കോ. ബന്ധാക്കി പറഞ്ഞാൽ കെട്ടിയിടണ്ട, ഉപദേശം ചെയ്തിട്ട് അവരോട് പോകുന്നത് ശരിയല്ല എന്നുള്ള നിയമം പറഞ്ഞു കൊടുത്തോ, അവരെ വീടുകളിൽ അടച്ചിട്ടോ. ഫൈനൽ മർഅത, ഒരു പെണ്ണ് ഇദാ ഖറജത്ത് ത്വരീഖ, അവൾ വഴിയിലേക്ക് പുറപ്പെട്ടാൽ, ഖാല ലഹാ ഉൽഹാ, പരക്കാര് ചോദിക്കണം, അയിന തുരീദീൻ, നീ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കും. അപ്പൊ കാലത്തോട് പറയും, ഔദു മരീള, ഇന്നാലിന്നൊരു ഐസഞ്ഞാക്ക് കഴിയുന്നില്ല, നോക്കാൻ പോവാണ്, രോഗിയെ കാണാൻ പോവാണ്, അല്ലെങ്കിൽ ജനാസ, മരിച്ചതറിയാലേ, മരിച്ചോടത്തേക്ക് പോകുന്നത്. ഹത്താ തഖ്റുജ ദിറാഉഹാ, അങ്ങനെ പോയി നോക്കുമ്പോൾ അവളെ തണ്ടങ്കാല് കാണുകയാണ്. തണ്ടങ്കാല് കാണിച്ചു കൊണ്ട് പോകുന്നത് പാടുണ്ടോ? ഇല്ല. തണ്ടങ്കാലൊക്കെ ഇപ്പോൾ സോക്സ് ഇട്ടിട്ട് മറക്കുന്നുണ്ട്, ഇപ്പോൾ എല്ലാം മറക്കുന്നുണ്ട്. പിന്നെ കണ്ണ് മാത്രം കാണുന്നുണ്ട്. കണ്ണ് പിന്നെ അവർത്തല്ലല്ലോ, കണ്ണിൽ ഇപ്പോൾ കണ്ണ് കണ്ടെങ്കിൽ എന്ത് എന്നാണ് ന്യൂ ജനറേഷൻ ചോദിക്കുന്നത്. പഴയ ഒരു സമൂഹത്തിൽപ്പെട്ട കുറച്ച് വയസ്സായ ഉമ്മമാരോട് ചോദിച്ചു നോക്ക്, ഈ കണ്ണ് കാണിക്കുന്ന പതിവ് പണ്ടുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ഇപ്പോൾ പഠിച്ചിട്ടില്ല ഇപ്പോഴത്തെ കുട്ടികൾ, അതുകൊണ്ട് കണ്ണ് കാണിക്കുമ്പോൾ ആരും മുണ്ടുന്നില്ല. ഇനി ഇടക്കെട്ടിട്ട് വീണിട്ട് തല പൊട്ടിയിട്ടുണ്ട്. പഴയ കാലത്ത് കണ്ണും മൂടുമായിരുന്നു. കണ്ണല്ലേ പെണ്ണിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള സാധനം എന്ന് പറയുന്നത്. അതൊന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കിട്ടാൻ എത്ര കാലമാണ് ആണുങ്ങൾ തപസ് ചെയ്യുന്നത്. പെണ്ണൊന്ന് ഇങ്ങോട്ട് നോക്കി, അവളെ കണ്ണ് ഇങ്ങോട്ടിരിക്കെ വന്നതിന് കുറേ നിന്ന് നിഴലെല്ലാം കാണിച്ച്, കൈയെല്ലാം കാണിച്ച്, തുള്ളി തെരഞ്ഞി നിലത്ത് നോക്കുന്നില്ല. അപ്പൊ പിന്നെ അവൻ ബേജാറായി. ഓന് സന്തോഷമാണെങ്കിൽ ആ കണ്ണൊന്ന് ഇങ്ങോട്ട് തിരിയണം. കണ്ണ് തിരിഞ്ഞു എന്നറിയുന്നത് എപ്പോഴാണ്? മഷിയിട്ട് കറുപ്പിച്ച മനോഹരമായ ഊറില്ലീങ്ങളെ കണ്ണ് പോലത്തെ നിന്റെ കണ്ണ് അവനിലേക്കൊന്ന് തിരിഞ്ഞാൽ അവൻ ഫ്ലാറ്റായി, സന്തോഷായി. ഈ കണ്ണിനെയാണ് മറക്കാൻ വേണ്ടി അള്ളാഹു റസൂലും പറഞ്ഞിട്ടുള്ളത്. മൊത്തമായി മറക്കണം, മൊത്തം മറക്കണം. ഒരു പെണ്ണ് എന്തോ ഒരു കാര്യത്തിന് ഇറങ്ങി കണ്ണിങ്ങനെ തുറന്നിട്ടാ പോയത്. ബുർക്കെല്ലാം ധരിച്ചിട്ടുണ്ട്, നല്ല സ്വാലിഹത്തായ ഉമ്മയാണ്. അപ്പൊ വൈക്കുന്നൊരു ചെക്കനെ ആ കണ്ണ് കണ്ടിട്ട് ആകെ ഹൈറാനിയത്തിലായി. ഓനാകെ വേറെ നമ്പലാവാൻ തുടങ്ങി. അവനാകെ ബേജാറായി. അവളോട് പ്രേമം വന്നുപോയി. അവൻ ബാക്കിൽ തന്നെ മണപ്പിച്ചോണ്ട് ഇങ്ങനെ പോയി. ഓള് ബേംബേ നടന്നിട്ടാകുമ്പോൾ ഓനും ബേംബേ നടന്നു. അവസാനം അവളെ പരക്ക് കയറുമ്പോൾ, ആ ഇതാണല്ലേ പോരെ. അവൻ പരക്ക് പോയിട്ട് ഒരു ഗ്ലാസ് തണ്ണി. അയാടുന്ന് വന്നത്, എന്താ ഇങ്ങനെ ബാക്കിൽ വരുന്നേ? എനിക്ക് നിന്റെ കണ്ണ് ഇഷ്ടപ്പെട്ടു പോയി. ഒരു മിനിറ്റ്, ഇപ്പം വെള്ളം തരാം, ഒരു തിന്നാനും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളവും കൊടുത്തൊരു പ്ലേറ്റ് ഒരു സാധനം കിട്ടി. നോക്കുമ്പോൾ ബുൾസറിയില്ലേ,
മുട്ടനെ പാതി വേവിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് തിന്ന ബുൾസ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എന്താ പറയുന്ന ആ ഫ്രൈ എന്നാ? മുട്ട കുറച്ച് വേവിച്ചത് തിന്നില്ലാ മതി ഇപ്പോൾ തൽക്കാലം, പേറില്ലെങ്കിൽ. കുറച്ച് ഉപ്പിട്ടിട്ട്, കുറേ ഉപ്പിടുമ്പോൾ രസമില്ല. ഈ ഉപ്പ് അധികം തിന്ന ബുദ്ധി ഉണ്ടാവില്ലേ. ഉപ്പ് നല്ല കണക്കിൻ്റെ ഉപ്പാണ്. അതൊക്കെ ഇട്ടിട്ട് ഈ ബുൾസ തിന്നുക എന്ന് പറഞ്ഞാൽ എന്ത് രസമാണ്. സുബ്ഹാനല്ലാഹ്, അതിനോളം സുഖമുള്ള ഒരു സാധനം ഈ ലോകത്ത് ഞാൻ വേറെ കണ്ടിട്ടില്ല. മുട്ട എപ്പോഴും തിന്നുമ്പോൾ രസമില്ല, പക്ഷെ മുട്ട ബുൾസാക്കിയിട്ട് തിന്നാൻ എനിക്ക് എപ്പോൾ കിട്ടിയാലും ഞാൻ തിന്നും. ഭയങ്കര ഇഷ്ടമാണ് ബുൾസ. ഞാൻ മുമ്പ് സ്ഥലത്ത് മുട്ട ഇഷ്ടമെന്ന് പറഞ്ഞു പോയി ധാറിലെ കട്ടയിൽ. എൻ്റെ അള്ളാ, മഗ്‌രിബിന് വരുന്ന വെള്ളവും മുട്ട തന്നെ, കാലത്ത് വരുന്ന മുട്ട തന്നെ, ഉച്ചയ്ക്ക് ചോറുന്ന മുട്ട തന്നെ, മൊത്തത്തിൽ മുട്ടമയം. എൻ്റെ വയറ് എന്തായിരിക്കും എൻ്റെ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്ക്. അപ്പോൾ അത്യാവശ്യം ഒരു മുട്ട ദിവസം തിന്നണമെന്നാണ്. പ്രായമുള്ള ആളുകൾ ഒരു മുട്ട തിന്നണം, പാലും കുടിക്കണം. അപ്പോൾ പ്രായമുള്ള ആളുകൾ നല്ല വിലയുള്ള സാധനമൊന്നും തിന്നൂല. കാരണം പണ്ടൊന്നും ചോറും കറിയില്ലാത്ത കാലമായിരുന്നല്ലോ. ആ മുട്ടയും പാലൊക്കെ മക്കൾക്ക് കൊടുക്കുന്നതാണ് എന്നുള്ള ചിന്ത പണ്ടേ വന്നതുകൊണ്ട് ഇപ്പോൾ കോഴിക്കും പഞ്ഞമില്ല, മുട്ടക്കും പഞ്ഞമില്ല. എപ്പോൾ ഏടുന്ന വേണമെങ്കിൽ മുട്ടയും കോഴിയൊക്കെ കിട്ടും, പാലും കിട്ടും. അതെല്ലാം ഒറിജിനൽ പാലല്ല എന്ന് മാത്രം. അപ്പം അതൊക്കെ പണ്ട് കാലത്തെ ആ ഓർമ്മയിൽ ഇന്നും പാൽ കുടിക്കൂല. ഞാൻ എങ്ങനെ ഇങ്ങനെ പാലൊക്കെ കുടിച്ചിട്ട് ഞാൻ എന്ത് വലിയ രാജാത്തിയാ എന്ന് ചോദിക്കുന്ന പഴയകാല ഉമ്മമാരോട് പറയണം, ഇപ്പോഴത്തെ കാലം പണ്ടത്തെ കാലം പോലെയല്ല. പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ പണ്ട് കുറച്ച് തിന്നാലും തടിക്കെടുക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാം മൊത്തം ബസമാണ്, കൃത്രിമമാണ്, മായമാണ്, എന്തെല്ലോ ചേർത്തിട്ട് നമുക്ക് തരുന്ന ഭക്ഷണമാണ്. അരിയിലും വെള്ളത്തിലും വരെ മായമാണ്. അപ്പോൾ നമ്മൾ തടിക്ക് നല്ലത് എന്തെങ്കിലും വേണമെങ്കിൽ ഒരു മുട്ടയും ഒരു പാലും ദിവസവും തിന്നണമെന്നാണ്. അങ്ങനെ ആ പെണ്ണ് കൊണ്ടുവന്ന് കൊടുത്ത പാത്രത്തിൽ നോക്കുമ്പോൾ നല്ല ബുൾസ എന്ന് വിചാരിച്ച് അടുത്തങ്ങെടുത്ത് നോക്കുമ്പോൾ ബുൾസ അല്ല. ഈ പെണ്ണ് കണ്ണിനെ അങ്ങനെ തന്നെ തോണ്ടിയിട്ട്, നീ ഇഷ്ടപ്പെട്ട സാധനം നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് തൻ്റെ 2 കണ്ണുകളെയും എടുത്ത് പാത്രത്തിലിട്ട് ഈ പിന്നാലെ വന്ന സ്നേഹിയായ പ്രേമിയായ ഭ്രാന്തനായ ചെക്കന് വിളമ്പിക്കൊടുത്തു. ഇത് ഞാൻ വന്നതൊരു മനുഷ്യ വീട്ടിലേക്കല്ല, ഏതോ പ്രേതത്തിൻ്റെ വീട്ടിലേക്കാണ്, ഏതോ കൊലയുള്ള വീട്ടിലേക്കാണ് വന്നത് എന്നും പറഞ്ഞ് അയാൾ ഓടടാ ഓട്ടം. അയാൾ പാഞ്ഞിട്ട് പോയി. അസ്വാലിഹത്തായ ഉമ്മയായിരുന്നു. എൻ്റെ കണ്ണ് കണ്ടിട്ടൊരു ഒരാൾക്ക് ഫിത്നയായല്ലോ, ഈ കണ്ണ് തന്നെ വേണ്ട എന്ന് ആ ഉമ്മയങ്ങ് തീരുമാനിച്ചതായിരുന്നു. ഇത് ചരിത്രത്തിൽ പറഞ്ഞ ഒരു മഹദിയുടെ കഥയാണ്. അതുകൊണ്ട് ഒരു പെണ്ണ് അവളുടെ ഒരു ഭാഗവും കാണാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തണ്ടങ്കാല് കാണിച്ചുകൊണ്ട് കാലിൻ്റെ ആ ഭാഗം കണ്ടാൽ, ആ കാല് കണ്ടിട്ട് ഒരാൾ ഫിത്നയായാൽ, ഒമൽ തമസത്തിൽ ഇംറഅതു വജ്ഹല്ലാഹി ബിമിസ്ലി അൻ തഖഉദ ഫീ ബൈതിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച ഒരു പെണ്ണ് വീട്ടിൽ ഇരിക്കുകയും എന്നിട്ടോ തഅബുദു റബ്ബഹാ, അവളുടെ ആ റബ്ബിന് വേണ്ടി ദിക്ർ ചൊല്ലുകയും നിസ്കരിക്കുകയും മുത്തത്തിയോ ബഅലഹ, ഓള മാപ്പിളക്ക് ഓള ഭർത്താവിന് വഴിപ്പെടുകയും ചെയ്ത് ഇരുന്നാൽ അവൾ രക്ഷപ്പെട്ടുപോയി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കൈനത്ര പരൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ നോക്കുക. ഒരാവശ്യവുമില്ലാതെ പുറത്ത് പോകാനേ പാടില്ല. ഒക്കാന അലിയും റളിയല്ലാഹു അൻഹു, ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറയാനുള്ളതാണ്. ഇപ്പം ഇത് പറയാൻ കിട്ടൂല, ഞമ്മക്കേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ കിട്ടുന്നതിനെ കേട്ടോളി. ചെയ്യാൻ പറ്റുന്നോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ഇത് പഴയ നമ്മൾ മരിച്ചുപോയ ഉമ്മമാര് ഖബറിൽ രക്ഷപ്പെടാൻ കിട്ടിയ കുറേ അഡ്വൈസുകളാണ്, ഉപദേശങ്ങളാണ്. അതിൽപ്പെട്ട ഒരു ഉപദേശം അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, അലാ തസ്തഹിയൂൻ അലാ തുവാറൂൻ ബിതർക്കി അഹദിക്കും റഅതഹു തഖ്റുജു ബൈന റിജാൽ. എടാ ആണുങ്ങളെ, നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളെ ഭാര്യയെ ആണുങ്ങളിടയിൽ നടക്കാൻ വിട്ടിട്ട് തന്തുറിയിലെയും മന്തുറൂനയിലെ, അവരൊക്കെ ഓളെ നോക്കുന്നു, ഓള് അവരിലേക്കും നോക്കുന്നു.
അങ്ങനെ ഒരു ഫ്രീഡം കൊടുത്തത് എന്തിനാ? അലി റളിയല്ലാഹു അൻഹു ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ദീനിലുള്ളതാണ്, അങ്ങനെ പുറത്തേക്ക് വിടാൻ പാടില്ല. ഇപ്പോ പുറത്തേക്ക് വിടുക മാത്രമല്ല, ഓനും ഓളും കൂടി ഡാൻസ് ചെയ്യുന്നത് വീഡിയോ ആയി ഇപ്പോ ലോകത്ത് ഇങ്ങനെ പരസ്യം ചെയ്യുകയാണ്. ഓരോരുത്തർ അത് വെച്ച് പൈസ ഉണ്ടാക്കുകയാണ്. ഓള് നല്ല ചേലുണ്ടെങ്കിൽ കോളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യസ്തഗ്ഫിറു ലിൽ മർഅത്തിൽ മുതീഅതു ലിസൗജിഹാ. ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട്, എന്തിലനുസരിക്കുക? നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞാൽ അനുസരിക്കല്ല. നീ യൂട്യൂബില് നീ ബ്ലോഗ് തുടങ്ങ്, എന്നിട്ട് ദിവസവും നീ കഴിക്കുന്നതും തിന്നുന്നതും പിന്നെ അതിൻ്റെ അപ്പുറം ഉള്ളതൊക്കെ പറ, എന്നിട്ട് നീ പൈസ ഉണ്ടാക്കുന്ന പറയുമ്പോൾ അതിനനുസരിക്കലല്ല. നീ പർദ്ദയിടാതെ നടക്കടി, അതാണ് എനിക്കൊരു സ്റ്റാറ്റസ് എന്ന് നിന്റെ ഭർത്താവ് പറയുമ്പോൾ അതനുസരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നേ. അള്ളാനെ പേടിക്ക്, ഞാൻ പറഞ്ഞ പോലെ നീ നിക്ക്, എൻ്റെ മാത്രമാണ് നീ, എനിക്ക് വേണ്ടി മാത്രം നീ മുഖത്ത് പൗഡർ ഇട്ടാൽ മതി, എനിക്ക് വേണ്ടി മാത്രം ഞാൻ കൊണ്ടുവന്ന മുന്തിരി കളറുള്ള ആ ഡ്രസ്സ് ഇട്ടാൽ മതി. ഇപ്പം എല്ലാവർക്കും മുന്തിരിൻ്റെ കളറുണ്ട് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ടെന്നു. എല്ലാവരും വന്നു മുന്തിരിൻ്റെ കളർ ഭയങ്കര ഇഷ്ടം. അതേത് മുന്തിരി? വെളുത്ത മുന്തിരി. മുന്തിരി കളർ എന്ന് പറഞ്ഞതാ എനിക്കറിയില്ല. ആ കറുത്തത് ഒരു ചുവപ്പ് മിക്സായ കറുപ്പ്, അതായിരിക്കും അല്ലേ കറുത്ത മുന്തിരി എന്ന് പറയണ്ട. അപ്പോൾ മുന്തിരി കളർ എന്ന് പറഞ്ഞാൽ ഒരു കറുത്തയും ചുവപ്പുള്ള ഡ്രസ്സ്. നോക്കണം, അതൊന്ന് ഇടിച്ചിട്ട് ചേരാന്നാണ്. അതിപ്പോൾ ഒരു ട്രെൻഡാണല്ലോ. സുബ്ഹാനല്ലാഹ്, അത് എൻ്റെ മുന്നിൽ മാത്രം നീ ഇട്ടാ മതി എന്ന് പറയുമ്പോൾ അനുസരിക്കുന്നു. നീ നിന്റെ പുരക്കിപ്പോൾ പോകണ്ട, അതെന്താ ഞാൻ പോയാൽ എന്ന് ചോദിക്കുന്ന പെണ്ണല്ല. പോണ്ട, ഓക്കെ, എനിക്കായിട്ടൊരു തീരുമാനമൊന്നുമില്ല, നിനക്ക് വേണ്ടിയല്ലേ ഞാനിവിടെ ജീവിക്കുന്നതോ എന്നൊരു പെണ്ണ് പറഞ്ഞാൽ ഭയങ്കരമായി. അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ എനിക്കൊന്നും അധികാരമൊന്നുമില്ലേ, ഞാൻ മനുഷ്യനല്ലേ? ഒക്കെ ഉണ്ട്, ശരിയല്ല, ചെല്ലണ്ട. അങ്ങനെ ചെല്ലാതെ നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്നൊരു ഡയലോഗ് അങ്ങ് അടിച്ച് പിടിച്ചിട്ട് മരുന്ന് കുടിക്കുന്ന പോലെ ഒന്ന് അടിച്ചു നോക്ക് ഡയലോഗ്. അവൻ ഫ്ലാറ്റ്, അവൻ നമ്മളെ സ്വന്തം ആളാവും കേട്ടോ. എൻ്റെ ഓള് നല്ല ആളാണ്, പിന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കും, നിന്നെ ഭയങ്കരമായി നമ്പും, പിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെല്ലണമെന്ന് പെണ്ണുങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നു. സുബ്ഹാന റബ്ബി. ഒരു പെണ്ണ് അള്ളാനെയും റസൂലിനെയും വഴിപ്പെടുന്നതോടൊപ്പം ഭർത്താവിനെയും വഴിപ്പെടണം. ഒരു പെണ്ണ് ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണാണെങ്കിൽ അവൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. ആ പെണ്ണിന് നീ പുറത്തു കൊടുക്കണേ അല്ല. ആര്? അത്തൈറു ഫിൽ ഹവാ, ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ അവൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ദോഷം പൊറുക്കണേ, ദോഷം പൊറുക്കണേ, ദോഷം പൊറുക്കണേ. വൽ ഹീതാനു ഫിൽ മാഇ, വെള്ളത്തിലുള്ള മീനുകളും, മീനുകൾ നമുക്ക് ദ്വാരക്കുന്നുണ്ട്. അപ്പം മീനിനെ കൊല്ലണ്ട, നമ്മളൊരു ദുആ പോവും. ഇനി മീന് വാങ്ങണ്ട, നമുക്ക് ദ്വാരക്കുന്ന സാധനത്തിന് ഞമ്മ എന്തിന് പെണ്ണെ കൊല്ലുന്ന അല്ലേ? പെണ്ണുങ്ങൾക്ക് വേണ്ടി, നല്ല പെണ്ണുങ്ങൾക്ക് വേണ്ടി, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണിന് വേണ്ടി മത്സ്യം, മീന്, വെള്ളത്തിലുള്ള മീന് പൊറുക്കലിനെ ചോദിക്കുകയാണ്. അപ്പൊ മീനെ ലഭിക്കാൻ വിടങ്ങയല്ല. മീന് പിടിക്കുന്നവരെല്ലാം പറയണം, മീൻ പിടിക്കണ്ട, അത് ഞങ്ങൾക്ക് ദ്വാരക്കുന്നതെന്ന് വേണ്ട, പറയണ്ട. നമുക്ക് പിന്നെ മീനെ എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്നതല്ലേ. സുബ്ഹാനല്ലാഹ്, നല്ല നല്ല ഭക്ഷണങ്ങൾ ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. മത്സരിക്കുകയാണ്, ഞങ്ങളത് നല്ലതാണോ, ഞങ്ങളത് നല്ലതാണോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. ഇന്നത്തെ വിഷയമല്ല, പണ്ട് മുതലേ ഇവിടെ മഹല്ലും ലോകത്തെ എല്ലാ പള്ളികളും നടക്കുന്നത് പെണ്ണുങ്ങളെ ആ ഒരു ചിന്ത കാരണമാണ്. അപ്പം മീൻ ഒന്ന് പോയെങ്കിൽ വേറെ മീനുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്, അല്ലേ? വേറെ മീനും അള്ളാടെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും ഇൻഷാ അല്ലാഹ്. മീനിനെ വിട്ടേക്ക്, മീൻ ഇരിക്കട്ട്, നമ്മൾ തിന്നുന്നത് തിന്നാ, ബാക്കിയുള്ളതുണ്ടല്ലോ, ഉള്ളത് മതി നമുക്ക്. വൽ മലായികത്തു ഫിസ്സമാ, ആകാശത്തിലുള്ള മലക്കുകളും നിനക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു. വശംസു, സൂര്യൻ, ഭൂമിയേക്കാൾ എത്രയോ ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സാധനമാണ് സൂര്യൻ. ആ സൂര്യൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നു മോളെ. വൽ ഖമറു, ചന്ദ്രൻ, നിലാവ്, കമറൊളി,
അത് നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. മാദാമത്ത് ഫീ റിളാ സൗജിഹാ, ഭർത്താവിന്റെ പൊരുത്തത്തിൽ നീ ആയിരിക്കുമ്പോഴെല്ലാം, ആ പൊരുത്തത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവർ ദുആ നിർത്തുന്നു. വഅയ്യുമംറഅത്തിൻ അസത്ത് സൗജഹാ, ഭർത്താവിനെ എതിര് കാണിക്കുകയാണ് ഒരു പെണ്ണ്, അനുസരിക്കുന്നില്ല, ഫഅലൈഹാ ലഅനത്തുല്ലാഹ്, അവൾക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ടെന്ന് ഖാല റസൂലുള്ളാഹ്. അള്ളാന്റെ ലാനത്ത് മാത്രമല്ല മോളെ, വൽ മലായികത്തു, മലക്കുകളുടെ ലാനത്തും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. വന്നാസു അജ്മഈൻ, ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ലാനത്ത്, എല്ലാ ഉലിയാക്കളും സ്വാലിഹീങ്ങളും ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും അവർക്ക് വേണ്ടി ലാനത്തിടുന്നുണ്ട്. അവരറിയാതെ, അവർക്കറിയാതെ തന്നെ നിനക്കൊരു ലാനത്ത് അവരെ ബായിന്ന് വരുന്നുണ്ട്. ഇത് റസൂലുള്ള പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചിട്ട് ഭർത്താവിന്റെ മുഖത്തേക്ക് ഒരു പെണ്ണ് നോക്കിയാൽ ഫഹിയ ഫീ സുഖ്തില്ലാ ഇലാ അൻ തുലാഹികഹു, അവളെ ആ ഭർത്താവിന്റെ വീട്ടിലൊരു ചിരി വരുന്നത് വരെ നീ അള്ളാന്റെ ദേഷ്യത്തിലാണ്. അപ്പൊ ചിരിപ്പിക്കുക, ചിക്കിളിയാക്ക, കിളി 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 കിളി, അതല്ല. അപ്പോൾ ഇന്ന് ചപ്പട്ടക്ക് ചോദിച്ച സമയത്ത് വരും ചിക്കിളിയാക്കി കണ്ടത്. അപ്പൊ കൈനത്തരം എന്താക്കുക, ഒരു പാവായിട്ട് അഭിനയിക്കുക. സോറി പറയുക, അത് ഇംഗ്ലീഷ് അല്ലേ. മോശമില്ല, മാപ്പാക്ക്, നിങ്ങൾ എന്തിങ്ങനെ ചോദിക്കുന്ന, ഇങ്ങനെല്ലാം ആക്കലുണ്ട്, എന്ത് ചെറിയ കിടാക്കളാക്കതേ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണ് നമ്മളെ നാട്ടിലൊക്കെ ചിരിപ്പിക്കുന്നത്. സുബ്ഹാന റബ്ബി, അവൻ ചിരിച്ചില്ല എങ്കിൽ പണി പാളി. അവന് ചിരിക്കാൻ അറിയുന്നില്ല, എന്താകുന്നു അതിന് വിട്ടങ്ങ. അങ്ങനെ അവന് ചിരി വരുന്നത് വരെ നീ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവനോട് നല്ല വാക്കുകൾ പറയുക. എന്നിട്ട് അവന്റെ പൊരുത്തം വാങ്ങിച്ചാൽ അവൻ അള്ളാന്റെ ദേഷ്യത്തിൽ നിന്ന് അവൾ രക്ഷപ്പെടും. ഇതാണ് ഇപ്പൊ കാര്യമായിട്ടുള്ള ഹദീസ്. ഒരു പെണ്ണ് ഖറജത്ത്, അവൾ പുറത്തുപോയി, മിൻ ദാരിഹാ, അവളെ പുരയിൽ നിന്ന്, ബിഗൈരി ഇദ്നി സൗജിഹാ, ഭർത്താവിന്റെ സമ്മതം കൂടാതെ, ഭർത്താവിനോട് ചോദിക്കാതെ പോയത്. അത് ചോദിച്ചില്ല, മോശമില്ല. ഉമ്മാട് ചോദിച്ചിന്, അതൊന്നും പറ്റൂല. ഭർത്താവ് നിങ്ങളെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഉമ്മാട് ചോദിച്ചാൽ എന്നോട് ചോദിച്ച പോലെ തന്നെ എന്നാങ്കിൽ ഓക്കെ. ഇതൊന്നും ഇല്ലാതെ നിന്റെ ഇഷ്ടത്തില് ബാഗ് എടുത്തിട്ട് ടട്ടി ഒറ്റ പോക്ക്. ലഅനത്തുഹൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവളെ ലഅനത്ത് ചെയ്തു പോയി. ഹത്താ തർജിഅ, അവൾ പരക്ക് മടങ്ങിയിട്ട് ഓള് തിരിച്ചു വരുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവളെ ലഅനത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇങ്ങനെയുള്ള എത്ര ഹദീസുകളാണ്. സുബ്ഹാനല്ലാഹ്, 4 പെണ്ണുങ്ങൾ നരകത്തിലാണ്. ഇതും കൂടി പറഞ്ഞ് സമയമായി, ഞങ്ങൾക്ക് നിർത്താം, 5:30. 4 പെണ്ണുങ്ങൾ നരകത്തിലാണ്. ഇത് മീറാജിന്റെ രാത്രിയിൽ കണ്ട കുറേ സംഗതികളെല്ലാം ഇതിൻ്റെ അപ്പുറം വരുന്നുണ്ട്. അത് സമയം കിട്ടിയെങ്കിൽ അതും പറയാമോ ഇൻഷാ അല്ലാഹ്. ഈ 4 സ്ത്രീകൾ ആരൊക്കെയാണ് എന്ന് പറയാം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാനും ദിക്ർ ചെല്ലാനൊക്കെ ചെല്ലുമ്പോൾ പേടിച്ചിട്ട് കുറേ പെണ്ണുങ്ങൾ വരുന്നില്ല, അപ്പോൾ എന്താക്കണം, ഇത് നിങ്ങൾ എന്നെ ചെല്ലിക്കോ, ഞാൻ ചെല്ലിന്ന് വിചാരിച്ചിട്ട് ഇതുവർക്ക് കണക്കും കൈയൊന്നും വേണ്ട. എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞെങ്കിൽ പുള്ളോട് എനിക്കെന്ത്, ഇങ്ങൊന്നിരിക്കുന്ന നമുക്കറിയാം. എന്തുകൊണ്ട് ഇത്രയും ആളുകൾ കുറയുന്നു? ഇന്ന് മംഗലമില്ല, ഉണ്ടാ വിരുന്നില്ല, വിരുന്ന് ഇല്ല, ഉണ്ടാ ഇല്ല, എവിടെയില്ല, നമുക്കറിഞ്ഞതില്ല. ഇല്ല, നമ്മളെ വിളിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് വരി, അത് നമ്മൾ മനസ്സിൽ വിദ്വാരക്കാം. ഇന്ന ദിക്ർ ചൊല്ലണമെന്ന് പറയുന്നില്ല. കുറച്ചു കാലം അങ്ങനെ പോയിട്ട് റമദാനൊക്കെ വരികയല്ലേ. ഇൻഷാ അല്ലാഹ് അത്യാവശ്യമുള്ള റമദാനിൻ്റെ മസലകളാണ് അടുത്ത ക്ലാസ്സിൽ കേട്ടോ. അടുത്ത മാസം ക്ലാസ്സിൽ റമദാൻ മാസത്തിൽ പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് മസലകൾ അങ്ങനെ പറഞ്ഞിട്ട് മുദ്ദ് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അപ്പോൾ പറയാം. അങ്ങനത്തെ വിഷയം മസലകൾ എന്നായിട്ട് പോവാം.
അതിൻ്റെ അടുത്ത് ഓരോ ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരു ചേലില്ല. ആ പുട്ടിന് തേങ്ങ ഇട്ടില്ല അങ്ങ് വെറും തിന്നാൻ പറ്റുമോ? അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഒരു നല്ലൊരു ആ നിലക്ക് പോവാം. അങ്ങനെയാണ് പറയൽ. ദിക്റിൻ്റെ വിഷയം ലാസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലേ നമ്മൾ പറയുന്നത്. അത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് ദിക്റ് മാത്രം ചെല്ലിക്കുന്നതിന് നിരീക്ഷിച്ചിട്ടുണ്ടാവും. നിരീക്കുന്നത് എന്ത് വേണം നിരീക്കാതെ മനുഷ്യന്മാർക്ക്. അപ്പോൾ ഞാൻ ഇന്ന് പെട്ടെന്ന് ഇത് കഴിഞ്ഞ് ദ്വാരക്കാണ് കേട്ടോ. ചെല്ലിയ ദിക്ർ അള്ളാഹു സ്വീകരിക്കട്ടെ. എത്രയാണെങ്കിലും ജല്ല ജലാലുഹായ റബ്ബ് അതറിയും. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. 4 പെണ്ണുങ്ങൾ, 4 വിഭാഗം പെണ്ണുങ്ങൾ നരകത്തിലാണ്. അർബഅത്തും മിനൻ നിസാഇ ഫിന്നാർ. ഇംറഅത്തുൻ ബദിയത്തുൽ ലിസാനി ഹലഹ സൗജിഹാ. ഒരു പെണ്ണ് ഏതാണ്? ഒന്നാമത്തെ പെണ്ണ്, അവളെ നാവ് വളരെ ബെടക്കാണ്. അലാ സൗജിഹ, ഭർത്താവിൻ്റെ മേൽ. ഭർത്താവിനോട് ഒരു സ്നേഹത്തിൻ്റെ വാക്ക് പറയാൻ അവൾക്ക് തോന്നാറില്ല. അടിയ ചക്കനോട് മുണ്ടും മലമുണ്ടെന്ന് ഭർത്താവ് പുറത്തു പോയാലോ ലൻ തസിൻ നഫ്സഹ, ഓളെ തടിനെ സൂക്ഷിക്കലൊന്നുമില്ല. ആര് വേണം കാണട്ട്, ആര് വേണമെന്ന് തൊഴട്ട്. ആ നിലക്കുള്ള പെണ്ണാണ്. വൈൻ ഹദറ ആദത്തുഹു ബിലിസാനിഹ. ഓൻ വന്ന് പറക്കെത്തുമ്പോൾ ഓന് തൊടാനും വിടൂല, മുണ്ടാനും വിടൂല. ഓളെ നാവ് കൊണ്ട് ഓളെ മോനെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ പെണ്ണാരാണ്? ഒന്ന് ചെല്ലിയാവോ? അതിൻ്റെ ഇടയിൽ മുണ്ടിയങ്ങ് പോയത്. രണ്ടാമത്തത് വംറഅത്തുൻ തകല്ലഫ സൗജുഹ മാ ലാ യതീഖ്. ഇത് ചെല്ലുന്ന ബാൻഡാണ്. ഈ രണ്ടാമത്തത് ചെല്ലുന്നുണ്ടല്ലോ, ഒരു പെണ്ണാണ് തക്കല്ലഫ, ഓള് നിർബന്ധിക്കുന്നു. സൗജഹ, ഓളെ മാപ്പിളയോട് മാലായ തീക്ക്, ഓന് പൊന്തിക്കാൻ കഴിയാത്തന, ഓന് കഴിയാത്തതായ ഒന്നിനെ എന്താ ഞാൻ പറഞ്ഞു, ഓന് സാധിക്കാത്ത സംഗതികൾ ഓനോട് ചെയ്യാൻ പറയുന്നു. ഉദ്ദേശം ഓന് മേടിച്ചു കൊണ്ടുവരാൻ പറയാത്ത സാധനം പുരയിൽ കൊണ്ടുവരാൻ പറയുന്നു. നാളെ തന്നെ വേണം നമ്മളെ പുരയിൽ AC, കാർ. എല്ലാ പുരയിലും കാറുണ്ട്, നമ്മളെ പുരയിൽ കാറില്ല. എന്താ? ഇപ്പോൾ കാറുള്ളവരെല്ലാം അതിന് വേറെ വെക്കുന്നതെന്ന് അറിയാതെ, അതിന് പെട്രോൾ അടിക്കാൻ പൈസയാണ് കിട്ടുന്നത് അറിയാം. അതിൻ്റെ ലോണ് കെട്ടാൻ എന്ത് വൈന്ന് കേട്ടിട്ട് തലക്ക് കൈ വെച്ചിട്ടുണ്ട്. നീ നല്ല ഹാപ്പിയിലല്ലേ ഉള്ളത്. ഭർത്താവിന് ഒരു ടെൻഷനും ഇല്ല. നീയും ഭർത്താവും ഉള്ളതിനെ വെച്ചിട്ട് വന്നിട്ട് ചിരിച്ച് കളിച്ച് മറിച്ചിട്ട് ഇങ്ങനെ ജീവിച്ചോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മൾക്കിടയിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഓന് കഴിയാത്ത ആ വിലയുള്ള സാരി, ആ മുന്തിരി കളർ, അതെന്താ പിടിച്ചിനാണ്? അതാരോ ചെല്ലുന്നായിട്ട് ഞാൻ ഒന്ന് കേട്ടത് പിന്നെണ്ടാവും മനസ്സിൽ. അത് ഭയങ്കര കളറല്ലോ, നോക്കണം ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ സെറ്റ് സാരി ഇറങ്ങിയിട്ടുണ്ട്, പുതിയ തരത്തിലുള്ള എന്തോ ഡ്രസ്സ് ഇറങ്ങിയിട്ടുണ്ട്, അല്ല പുതിയ മൊബൈൽ ഇറങ്ങിയത്, പുതിയത് ഇറങ്ങിയല്ലോ, അതിനെടുക്കണമെന്ന് എടുക്കുക തന്നെ വേണം. ഞാൻ ആടെ കെട്ടാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട്, കുറിൻ്റെ പൈസ കൊടുക്കാനുണ്ട്, ഒന്നും കേൾക്കണ്ട, ഞാൻ ചെല്ലിയ പോലെ ആക്കണം. അപ്പോൾ വലിയ രാജാവ്. ഇങ്ങനെ ഭർത്താവിന് കഴിയാത്തതിനെ കീർത്തിക്കുന്ന പെണ്ണ്, അത് മോശമില്ല. എനിക്ക് ഈ മൊബൈൽ മതി, എനിക്ക് ഈ സാരി മതി, എനിക്ക് ഈ ഡ്രസ്സ് മതി, എന്തിനിപ്പ അള്ള കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ പോരാവും, പോരെന്നിനിപ്പോ ഇത് മതി എന്ന് പറയുന്ന പെണ്ണ് എന്തൊരു റാഹത്താണ്. അത് കിട്ടിയവൻ ലോകത്തെ ഏറ്റവും വലിയ രാജാവാണ്. രാജാക്കന്മാർക്ക് പോലും സമാധാനമില്ല. ഒന്നാമത് അതിൻ്റെ ഭാര്യ തന്നെ ആയിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഭാര്യ നന്നായി കിട്ടുക എന്ന് പറഞ്ഞാൽ ഓന് കയ്യാത്തേനൊന്നും നിർബന്ധിക്കൂല. ഈ നരകത്തിൽ കിടക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ കഴിയാത്ത സംഗതി കൊണ്ട് അവനെ നിർബന്ധിക്കുകയും അവനോട് തർക്കിക്കുകയും അവനെ ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്യുന്ന പെണ്ണ്. രണ്ടായി. മൂന്നാമത്തെ പെണ്ണ് വംറഅത്തുൻ, ഒരു പെണ്ണാണ്. ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാൽ, ആണുങ്ങ നോക്കുമ്പോൾ അവളുടെ വയറ് ഇങ്ങനെ പുറത്ത് കാണുന്നുണ്ട്, അതിനെ മറക്കൂല. ഓളെ ശരീരത്തിന് അന്യ ആണുങ്ങളിൽ നിന്ന് മറക്കൂല. നോക്കട്ട് പാപ്പല്ലേ എന്നിങ്ങനെ വിചാരിക്കുന്ന ഒരു നിലപാടുമില്ലാത്ത പെണ്ണ്. തഖ്റുജു മിൻ ബൈതിഹ, അവൾ പോന്ന പോക്ക് കണ്ടാൽ മുതബഹ്റജ, നേരത്തെ പറഞ്ഞ പോലെ നല്ല വസ്ത്രം ധരിച്ച്
അതേ മുന്തിയ വസ്ത്രം ധരിച്ചിട്ടാണ് അവൾ പുറത്തിറങ്ങുക. പുറത്തു പോകുമ്പോൾ എങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണ്ടേ? മംഗലത്തിൻ്റെ അവിടെ എത്തിയാലും അവിടെ കുടുംബക്കാർ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നല്ല ഡ്രസ്സ് ഇട്ടോ. ബുർക്കൻ എന്താക്കണ്ട, വലിയ ഇസ്തിരി എന്തോരം ഉണ്ടാ. ബുർക്ക മിന്നുന്നതാണ്ട, ആ പണ്ടത്തെ ബുർക്ക തന്നെ മതി. ബുർക്ക കൈന്നത്ര നാർന്നതാക്കിയെങ്കിൽ അത്രയും നല്ലതാണ്. സെൻറ്റ് ഇതാക്കണ്ടാന്നില്ലേ, കവ്വാണോ? കവുന്നതിന് വിരോധമില്ല കേട്ടോ. സോപ്പെല്ലാം എടുത്ത കവ്വ അതിൻ്റെ മേൽക്കൊരു പിസീന്നിട്ടൊരു അടിക്കലില്ലേ, അത് വേണ്ട. അത് ഉള്ളിൽ തെറ്റ് അടിക്കടിച്ചാൽ മതി. അതിൻ്റെ മേൽക്കടിച്ചിട്ട് മനുഷ്യൻ്റെ മൂക്കൻ്റെ പാല തന്നെ പൊട്ടിപ്പോകുന്നു. ഓരോ പെണ്ണുങ്ങൾ നടന്നുകൊണ്ടോന്നു. ഇതിലെന്ത് പോയെന്ന് ചോദിക്കേണ്ടി വരും. ഏത് വണ്ടി കൊച്ചി എത്തിയെന്നല്ലേ പണ്ട് ഒരാൾ. കൊച്ചിക്ക് എത്തുമ്പോൾ അവിടെ നാറുന്നുണ്ടല്ലോ, അതേപോലെ പെണ്ണിൻ്റെ സ്പ്രേ നാറുന്നില്ലെങ്കിൽ എന്ത് നാറ്ററിയാം. സംഗതി മണക്കുന്ന തന്നെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഭംഗിയായി ഇറങ്ങുകയും ശരീരത്തെ മറക്കുകയും ചെയ്യാത്ത പെണ്ണാണ് മൂന്നാമത്തെ പെണ്ണ്. ഇനി നാലാമത്തെ പെണ്ണാരിന്നറിയോ? അത് കിടന്നുണ്ടാവും. ഇവിടെയൊക്കെ നല്ല നിസ്കരിക്കുന്നവരും നോമ്പോക്കുന്നവരൊക്കെയാണുള്ളത്. അൽഹംദുലില്ലാഹ്. എന്താ ഈ പറയാൻ പോകുന്നതെന്നപ്പോൾ മനസ്സിലായല്ലോ. നാലാമത്തത് പറയുന്നത് വമ്രഅത്തിനൊരു പെണ്ണാണ്. ലൈസലഹാ ഹമ്മുൻ, ഓക്കൊരു ഹമ്മുമില്ല, ഒരു ചിന്തയില്ല. ഇല്ലൽ അക്കുലു വശുർബു വന്നൗമു, നല്ലോണം ഉണ്ടാക്കിയിട്ട് തിന്നണോ, പുതിയ 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 ഐറ്റംസ് കുടിക്കണോ, എന്നിട്ട് ഉറങ്ങണം. ഇങ്ങനെ തവള ചത്ത പോലെ തിന്ന കുടിക്കുക ഉറങ്ങുക. ഇതല്ലാത്ത വേറൊരു ഹമ്മ് ഈ പെമ്പർനോത്തിക്ക് ഇല്ല. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറയും പോലെ ഉണ്ട്. അവൾക്കൊരു ഹമ്മുമില്ല, തിന്നലും കുടിക്കലും ഉറങ്ങലും അല്ലാതെ. വലൈസലഹ റഗബത്തിന്, അവൾക്കൊരു പൂതിയുമില്ല. ഫിസ്വല, നിസ്കാരത്തിൽ പൂതിയില്ല. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹ് അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് കൊടുത്ത ഒറ്റ സാധനമേ ഉള്ളൂ. അത് നോമ്പല്ല, ഹജ്ജല്ല, സക്കാത്തല്ല, നിസ്കാരമാണ്. എൻ്റെ ഹബീബ് വേദനിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അടുത്തേക്കൊന്ന് വിളിച്ചതാ, എന്നിട്ട് ഞാനൊരു സമ്മാനം കൊടുത്തതാ. അത് 5 വക്ത് നിസ്കാരമാ. അല്ല പറയാണ്, അതിനെ കരുതിക്കൂട്ടി വല്ലവനും ഉപേക്ഷിച്ചാൽ ഉഅദ്ദിബുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, ലോകത്തൊരു വിഷയത്തിലും ഞാൻ അത്ര ശിക്ഷ കൊടുക്കൂല, അങ്ങനത്തെ ശിക്ഷ ഒരു വിഷയത്തിലും കൊടുക്കാത്ത ശിക്ഷ ഞാൻ എൻ്റെ സമ്മാനമായ നിസ്കാരത്തെ കളഞ്ഞവർക്ക് കൊടുക്കും നബിയേ. 5 അവർക്ക് കൊടുത്തത് 50ന്റെ കൂലി ഞാൻ കൊടുത്തേക്കാം ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി എന്ന് പറഞ്ഞിട്ട് മീറാജിന്റെ രാത്രിയിൽ കൊടുത്തതാണ്. നിസ്കാരം, പള്ളി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് മേറാജ്. ഈ റജബ് മാസം, റജബ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മാസമാണ്. ഈ മാസത്തിൽ ബർക്കത്തിന്റെ മാസമാണ്. ദ്വാരക്കേണ്ടത് തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ, അതിൻ്റെ അപ്പുറം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ശഅബാനിലും റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നാണ്. ഈ മാസം അള്ളാന്റെ മാസമാണ്. അള്ളാഹു നബിയും ഒക്കെ കണ്ട മാസം. അപ്പം കൊടുത്ത സമ്മാനം. റസൂലുള്ളാഹിന്റെ റൂഹ് ഇങ്ങനെ പോവാൻ നിൽക്കുകയാണ്. വഫാത്തിന്റെ സമയം. ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ മടിയിൽ കിടന്നിട്ടാണ് റസൂലുള്ളാഹി വഫാത്താകുന്നത്. എവിടെയല്ല, പള്ളിയിലല്ല, കഅബന്റെ ഉള്ളിലല്ല, അറഫ ഭൂമിയിലല്ല, നിസ്കാരത്തിലല്ല, സുജൂദിലല്ല. പിന്നെ സ്വന്തം ഭാര്യയോടുള്ള സ്നേഹം എത്ര വേണം ഒരു ആണിന് എന്ന് പറയുന്നിടത്തത് പറയേണ്ടതാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ട് കാര്യം എന്താ? റസൂൽ വഫാത്താകുന്നത് തൻ്റെ ഇഷ്ടപ്പെട്ട ഭാര്യയുടെ മടിയിലാണ്. മടിയിൽ തലവെച്ചിട്ടാണ് കിടന്ന് വഫാത്താകുന്നത്. വഫാത്താകുമ്പോൾ അവസാനമായി നബിൻ്റെ വയറ്റേക്ക് പോയത് സംസം വെള്ളമാണ്. എന്നാലും അവസാനം അതിൻ്റെ ലാസ്റ്റ് പോയ വെള്ളം ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തിൻ്റെ സമയത്ത് മിസ്വാക്ക് ചെയ്ത് കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ ബായിൽ കടിച്ചിട്ട് പതാക്കിയിട്ട് കൊടുക്കുമ്പോൾ അതിൽ തുപ്പുനീരുണ്ടായിരുന്നു.
റസൂലുള്ള ഇങ്ങനെ അതിനെ ആ തുടച്ചിങ്ങനെ പല്ലിലേക്ക് ആയിഷ ഉമ്മ ഇങ്ങനെ തേച്ച് കൊടുത്തപ്പോൾ അതിൽ തുപ്പുനീരുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹായുടെ ആ തുപ്പുനീര് വിഴുങ്ങിയിട്ടാണ് റസൂലുള്ള വഫാത്താകുന്നത്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നബിമാരുടെയും നേതാവായ എൻ്റെയും നിൻ്റെയും നേതാവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവസാനം വയറ്റേക്ക് പോയത് സംസം വെള്ളമല്ല, മന്ത്രിച്ച വെള്ളമല്ല, സ്വന്തം പെണ്ണുങ്ങളെ തുപ്പുനീരാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ അത്ര സ്നേഹിക്കേണ്ടതാണ്. ഭാര്യയുമൊത്ത് നിന്റെ മോന് നല്ലോണം ചിരിച്ച് കളിക്കുമ്പോൾ ഓന് ഇത് പുൽക്കട്ട കിട്ടീന്, ഓന് നിന്റെ ആയിനെ തോന്നി എന്ന് തോന്നുന്ന ചില ഉമ്മമാരുണ്ട്. ഭാര്യയെ സ്നേഹിക്കാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഭാര്യയോടൊപ്പം കളിച്ച് ചിരിച്ച് അവൻ ജീവിക്കാതെ പിന്നെ വേറെ പണിൻ്റെ ഒക്കെ കളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നിങ്ങനെ ചാരിയിട്ട് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അവിടുന്ന് എന്തോ മന്ത്രിച്ചു. കാതിങ്ങനെ വെച്ചിട്ട് എന്താ ചൊല്ലുന്നേന്ന് നോക്കിയപ്പോ അസ്സലാ അസ്സലാ, നിസ്കാരം 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 വിട്ടേക്കല്ലേ, അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിസ്കാരം എന്ന് പഠിപ്പിക്കുകയാണ്. വഫാത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിസ്കാരത്തില് ഇപ്പെണ്ണിന് ഒരു ചിന്തയുമില്ല. വലാ ഫീ തആത്തില്ലാഹി വലാ ഫീ തആത്തി റസൂലിഹി വലാ ഫീ തആത്തി സൗജിഹാ, ഭർത്താവിനോടുള്ള സ്നേഹത്തിലുമില്ല, അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സ്നേഹമില്ല. ഓക്ക് തിന്നുക, ഉറങ്ങുക, പുതിയ പുതിയ ഐറ്റംസുകൾ ഉണ്ടാക്കുക, പൈസക്ക് ഇങ്ങനെ കൊണ്ടുവരാ, എന്തെല്ലാം അവളെ വർക്ക് പോയാൽ നമുക്ക് തരുന്നതെന്നറിയാം. ഓ എന്ത് ഇന്ന് ഇതുണ്ടാക്കി ഇതേ പണി തന്നെയാന്ന് ചോദിക്കണം. നിസ്കരിച്ചാന്ന് ഇല്ല, മാപ്പിളുടെ പൈസ ഇങ്ങനെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് തീർക്കുകയാണ്. അതാണെങ്കിലോ കൃത്രിമമായ പൊടികളും, പിന്നെ കിടാക്കൊക്കെ ബാറ്റിൽ എന്തെങ്കിലും ആയെങ്കിൽ, കർലിന് എന്തെങ്കിലും പഴുപ്പ് വന്നെങ്കിൽ പിന്നെ ഓളല്ലാതെ പിന്നെ ആരെയാ പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഞാനൊരു വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് വിഷയമാണ്, പെട്ടെന്ന് പറയാ. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ് ആ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ പോയി, ഞാനും ഫാത്തിമയും കൂടി പോവുകയാണ് റളിയല്ലാഹു അൻഹ, മോളെയും കൂട്ടിയിട്ട് മരുമോൻ പോവുകയാണ്. ആര്? അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ഉമ്മാന്റെ വാപ്പാനെ കാണാൻ പോവാണ് റസൂലുള്ളാഹിനെ സ്വല്ലല്ലാഹു അലൈഹി. പോയി നോക്കുമ്പോ ഫവജദനാഹു യബ്കി, കരയുകയാണ് റസൂലുള്ളാഹ്. ബുക്കാൻ ശദീദ, ചെറിയ കരച്ചിലൊന്നുമല്ല, റസൂലുള്ളാഹ് പൊട്ടി പൊട്ടി കരയാണ്. എന്തായിപ്പോയി ഫിദാക്ക അബി ഉമ്മി യാ റസൂലുള്ളാഹ്, എന്തായി നബിയെ എന്ന് പാഞ്ഞുകൊണ്ട് പോയിട്ട് ചോദിച്ചപ്പോൾ അല്ലതി അബ്കാക്ക, കരയിപ്പിച്ച സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, യാ അലി ലൈലത്ത ഉസ്രി ബി ലസ്സമ, ഞാൻ ആകാശത്തിലേക്ക് അല്ലാഹ് ഇസ്രാ മിഅ്റാജ് നടത്തിയ ദിവസം ഉണ്ടല്ലോ, റഅയ്തു, ഞാൻ കണ്ടു, നിസാഅ മിൻ ഉമ്മത്തി യുഅദ്ദബ്ന ബിഅൻവാഇൽ അദാബ്, പല ഐറ്റംസ്, പല ജാതി ശിക്ഷ കൊണ്ട് എൻ്റെ ഉമ്മത്തുകളിലെ പെണ്ണുങ്ങളെ ശിക്ഷിക്കുന്നത് കണ്ടു അലിയേ. ഫബകൈതു മിമാ റഅയ്തു മിൻ ശദ്ദത്തി അദാബിൻ, അത് ഓർത്തിട്ടാ ഞാൻ കരഞ്ഞത്. റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിശഅരിഹാ, എന്തൊക്കെയാ കണ്ടത് എന്നറിയോ? ഒരു പെണ്ണിനെ മുടിനെ ഇങ്ങനെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്, മുടി കൊണ്ട് ഇങ്ങനെ തൂക്കിന, മുടിനെ എന്നെ മേൽക്ക് കെട്ടീന, ഇടക്ക് അട്ടത്തേക്ക് മുടിയിൽ തൂക്കിന അവളെ. കാലെല്ലാം ഇങ്ങനെ ഫ്രൈ ആകുന്നുണ്ട്, കാലിലൊക്കെ എല്ലാം തീ കത്തിയിട്ട് തലച്ചോറ് തിളക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. വേറൊരു പെണ്ണ് മുഅല്ലഖതൻ ബിലിസാനിയ, നാവിനെ നീളാക്കിയിട്ടുണ്ട്, നാവിലാണ് അവളെ പിടിച്ചിട്ട് തൂക്കിയിട്ടുള്ളത്, നാവിനെ മേലേക്ക് കെട്ടിയിട്ട്, നാവ് വള്ളി പോലെ. വൽ ഹമീം യുസബ്ബു ഫീ ഹൽഖി, അവളെ ബായി ഇങ്ങനെ പൊളന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ചൂടുള്ള ഹമീമ് വെള്ളം ഒഴിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. വേറൊരു പെണ്ണ് കത് ശുദ്ധ രിജിലയിലെ സതി, അവളെ രണ്ട് കാലിന് അവളെ മുലയിലേക്ക് കെട്ടിയിട്ടുണ്ട്, അവളെ രണ്ട് കൈനെയും നെറുകം തലക്കും കെട്ടിയിട്ടുണ്ട്, കാലിനെ നേരെ നെഞ്ഞിക്ക്, കൈനെ നേരെ തലക്ക് ഒരു പാക്കാക്കിയത്, അവളെ മേൽക്ക് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അനങ്ങാൻ കഴിയാതെ വെച്ചിട്ട് സല്ലത്തലിയൽ ഹയ്യാത്ത് വല്ല കാരിബു, പാമ്പും തേളും ഓളെ മേൽക്ക് പാഞ്ഞുകൊണ്ട് വന്നിട്ട് പിടിക്കുന്നു. വേറൊരു പെണ്ണ് മുഅല്ലഖതൻ ബിസദിഹ, മുല പിടിച്ച് കെട്ടിയത് തന്നെയാണ്. ഒരു പെണ്ണിനെ നോക്കുമ്പോൾ അവളെ തല പന്നിൻ്റെ തലയാണ്, ശരീരം കത്തയുടെ കഴുതയുടെ തടിയാണ്. അവൾക്ക് അൽഫും ലൗനും മിനൽ അദാബ്, ഒരു അദാബ് എന്നല്ല, അവൾക്ക് 1000 അദാബ് വേറെ വേറെ കൊടുത്തുകൊണ്ടുണ്ട്. വേറൊരു പെണ്ണ് നായിൻ്റെ കോലത്തിലാണ്, അലാ സൂറത്തിൽ കൽബി,
വന്നാറ് തദ്ഖുലു മിൻ ഫീഹാ, അവളെ ബായിൽ നിന്ന് ഇങ്ങനെ തീ പുറത്തേക്ക് വരുന്നുണ്ട്. അവളെ ബായിൽ നിന്ന് തീ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ബായിൻ്റെ ഉള്ളിൽ ബാറ്റിനുള്ളിൽ കത്തുന്നു. വതഖ്റുജു മിൻ ദുബിരിഹ, അത് പിന്തുവാരത്തിലൂടെ ആ തീനെല്ലാം അവൾ തൂറിയിട്ട് പോകുന്നുണ്ട്. അങ്ങനത്തെ ശിക്ഷയാണ് അവൾക്ക് കൊടുക്കുന്നത്. വൽമലായികത്തു യദ്രിബൂന റഅസഹ, മലക്കുകൾ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് തലക്ക് തയ്ക്കുന്നുണ്ട്. ബിമഖാമിൻ മിൻ നാർ, നരകത്തിന്റെ തീയിന്റെ വലിയ ദണ്ട് കൊണ്ട് വടി കൊണ്ട് അവളെ തലക്കടിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഇതൊക്കെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ അതൊക്കെ ഇരുന്നിട്ട് കേൾക്കുകയാണ്. ഒറ്റ എണിക്കല്. ഫഖാമത്ത് ഫാത്തിമത്ത് സഹ്റ, ഫാത്തിമത്ത് സഹ്റ ബീബി എണിച്ചിട്ട് പറഞ്ഞു, യാ ഹബീബി ഖുറത്തി ഐനി, മതി മതിയോ എൻ്റെ ഉപ്പാ, മാക്കാനാമലു ഹാവുല, ഇവരെന്ത് തെറ്റാ ഇങ്ങനെയൊക്കെ ശിക്ഷ കിട്ടാൻ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ള എണ്ണി എണ്ണി പറയാണ്, ഒന്നാമത്തെ പെണ്ണുണ്ടല്ലോ, ഒന്നാമത്തെ പെണ്ണാരാ? ഒന്നാമത്തെ പെണ്ണ് ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് തലച്ചോറ് തളക്കുന്നു എന്ന് പറഞ്ഞല്ലോ, മുടിനെ കെട്ടിയിട്ട്, അല്ല ഒന്നാമത്തതല്ലേ, മുടിനെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, അവള് ഇങ്ങനെ തലച്ചോറ് തളക്കുന്നു എന്ന് പറഞ്ഞത് അവള് റിജാൽ, മുടി പറത്തി നടക്കുന്ന പെണ്ണായിരുന്നു. തലക്ക് ലേസിടൂല, തലക്ക് തട്ടമിടൂല, അങ്ങനത്തെ പെണ്ണായിരുന്നു. രണ്ടാമത്തെ പെണ്ണ് നാവിനെ പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞത്, നാവ് കൊണ്ട് അവളെ ഭർത്താവിനോട് ബുദ്ധിമുട്ടാക്കുന്നവളായിരുന്നു. വഅമ്മല്ലത്തിൽ മുഅല്ലഖത്തു ബിസദിഹാ, ഒരു പെണ്ണിന്റെ മുല പിടിച്ച് കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അത് തുദീ ഫിറാശ സൗജിഹാ, ഓളെ മാപ്പിളക്ക് വിരിക്കേണ്ട വിരിപ്പിനെ വേറെയാൾക്ക് വിരിച്ചവളാണ്. വഅമ്മല്ലത്തി ശദ്ദ റിജ്ലഹാ ഇലാ സദിഹാ, നേരത്തെ പറഞ്ഞല്ലോ കാലിനെ നെഞ്ഞിക്ക്, കൈനെ നെറുകം തലക്ക് ഇങ്ങനെ കെട്ടിയിരുന്നു. അങ്ങനത്തെ പെണ്ണത് വഖദ് സല്ലത്താലിയൽ ഹയ്യാത്ത്, പാമ്പും തേളും പാഞ്ഞുകൊണ്ട് വരുന്നെന്ന് പറഞ്ഞത് ലാ തഗ്തസിലു മിനൽ ജനാബത്തി വൽ ഹൈളി, ഓള് മാപ്പിളൊക്കെ കിടന്ന് മറിഞ്ഞെങ്കിലും പിറ്റേന്ന് കുളിക്കൂല, ഹൈലായാലും അതിൻ്റെ കുളി അവള് കുളിക്കൂല. ഇസ്ലാമിൻ്റെ നിയമങ്ങളല്ല അതൊക്കെ എന്ത് എന്ന് കേട്ടിട്ട് നടക്കുന്ന ഒരു മോഡേണിസ്റ്റാണ് അവൾ. ഓക്കുള്ള ശിക്ഷയാണ് കൈയും കാലും കെട്ടിയിട്ടിട്ടൊരു പാവും തേളും പോയിട്ട് പിടിക്കുന്നത്. നിസ്കാരത്തിനെ പരിഹസിച്ച പെണ്ണാണ്. ഒന്നും എടുക്കലുമില്ല, കുളിക്കലുമില്ല, എന്തുമില്ല, ഓക്കാന്ത സംഗതി തന്നെയല്ലോ അവളെ ബട്ടത്തി. വാമല്ലത്തി റൗസ് ഹിൻസീർ, പന്നിന്റെ തല എന്ന് പറഞ്ഞല്ലോ, കഴുതന്റെ തടി എന്ന് പറഞ്ഞല്ലോ, പന്നിന്റെ തല. പന്നിന്റെ സ്വഭാവം പന്നി എന്താണ്? കാനത്തിന്റെ അമ്മാമ, അങ്ങൊന്നിങ്ങൊന്ന് മുട്ടിക്കുന്ന പെണ്ണായിരുന്നു. ഒരാൾ ചെല്ലിയാൽ വേറെ ആളോട് പോയിട്ട് പറയാ, പ്രശ്നം ഉണ്ടാക്കുക. ഒന്ന് കിട്ടിയാൽ അത് പ്രശ്നമാവും, അയാൾക്കത് ബാധിക്കും, ആ കുടുംബത്തിനത് ബാധിക്കും എന്ന് അറിഞ്ഞിട്ട് തന്നെ വേറൊരാളോട് പറയാ. അതിങ്ങനെ കത്തിയെ പിന്നെ വയ്യ ബേജാറാക്കുന്ന പെണ്ണ ഞാൻ ചെല്ലിട്ടത്, അത് ഫസ്റ്റ് ചിന്തിക്കൂല. പന്നിന്റെ സ്വഭാവം. കദ്ദാബ, ഇല്ലാത്തത് കൂട്ടും ചെയ്യും, കളവും പറയും. കളവും ഫിത്തിനയും ഏഷണിയുമായി നടക്കുന്ന പെണ്ണ്. ഒരു വർക്ക് പോവുക, അവിടുത്തെ വിഷയം അറിയാം, മറ്റൊരു വർക്ക് എത്തിക്കുക, ഇതന്നെ. വമ്മല്ലത്തി, അത് പന്നി പോലെ ആക്കിയിട്ട് അള്ളാഹു ഓളെ ശിക്ഷിക്കുമെന്നാ പറഞ്ഞത്. വമ്മല്ലത്തി അല സൂറത്തിൽ കൽബി, നായിന്റെ കോലത്തിലും നായ വായിന്റെ ഉള്ളിൽ തീ വരുന്നു എന്ന് പറഞ്ഞ പെണ്ണാരാന്നറിയോ? കാനത്ത് മന്നാന ഹസാദ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അതിനെ ചെല്ലിക്കൊണ്ടേയിരിക്കുക, കൊടുത്തത് എടുത്ത് പറയുക. ഞാൻ അവർക്ക് ഓറ പരയിൽ പരിപാടി നടക്കുമ്പോൾ ഞാൻ കൊടുത്തിന അനിയ മോയിരം ബേഗ് കിട്ടിയിട്ടില്ല, ബേഗ് കിട്ടുന്ന കൊടുത്തിന ഞാൻ വെച്ച പോലെ കൊടുത്തതിന് നീ അങ്ങനെ കൊടുത്തതിനെ എടുത്തു പറയാ, അതിന് വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് കാക്കുക. അങ്ങനെയല്ല, അള്ളാഹിന്റെ കൂലി ആഗ്രഹിച്ച് കൊടുത്താൽ പിന്നെ അതിനെ പറയാൻ പാടില്ല. ഒരു പേർക്ക് ചോറ് കൊടുത്താൽ അതിനെ കൊടുക്കുക. ഒരു പ്രാവശ്യം എന്തോ ഞമ്മ കൊടുത്ത് വേണ്ടാന്ന് ചെല്ലും പോലെ കൊടുത്തത്, എന്നിട്ട് എല്ലാവരോടും പറയാം ഞങ്ങൾ ചോറ് കൊടുക്കണം ഓർക്ക്, നീ കൊടുത്തതിന്. ഇത് നിന്നോട് വന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ഒരു കുറച്ച് അരിയോ പഞ്ചസാരയോ ടൊമാറ്റോയോ എന്തേലും കൊടുത്തു, എന്നിട്ട് പിന്നെ പറയുന്നത് എല്ലാം കൊടുക്കാൻ ഞങ്ങൾ വേണം, എന്നിട്ട് ഞങ്ങളെ പറയുന്നത് കൊടുത്തത് പിന്നെ എടുത്ത് പറഞ്ഞ അതിൻ്റെ കൂലിയും പോയി. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടക്കേടുള്ള സംഗതിയാണ്, ദേഷ്യമുള്ള സംഗതിയാണ്. നായിൻ്റെ സ്വഭാവം. കൊടുത്തേനെ കാറിയനെ തിന്നുന്നില്ലേ, അതന്നെ കാറിയനെ തിന്നുന്ന ബയ്യക്ക് സുറൂന്ന്.
അതാണ് അതാണ് ഈ നായിൻ്റെ കോലത്തിലുള്ള പെണ്ണ്. മാത്രമല്ല ഹസ്സാദ, അവരുടെ പെരയിൽ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കണം, ഓർക്ക് നമ്മളെ ഓർമ്മയില്ല എന്ന് പറഞ്ഞ ഹസദ് വെക്കുക, അസൂയ വെക്കുക. യാ ബുനയ്യത്ത അൽവൈലുൽ ഇംറാത്തിൻ തഅസി സൗജഹാ, എന്നിട്ട് മോളെ വിളിക്കുകയാണ്, പൊന്നുമോളെ, ഭർത്താവിനെ അനുസരിക്കാത്ത പെണ്ണിന്റെ ശിക്ഷ ഞാനിപ്പോൾ പറയുന്നേ ഇല്ല, അവൾക്കാണ് അൽവൈൽ, എല്ലാ നാശവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളോട് പറയുകയാണ്. അള്ളാഹു അവൻ്റെ ഭയാനകമായ നരകത്തിൽ നിന്നും, ദേഷ്യത്തിൽ നിന്നും, ഖബർ ശിക്ഷയിൽ നിന്നും നമ്മെയും നമ്മെ പോറ്റി വളർത്തിയ ഉമ്മമാരെയും ഭക്ഷണം തന്ന ഉമ്മമാരെയും സർവ്വ മുഅ്മിനു മുഅ്മിനാത്തിനെയും എല്ലാ മുഅ്മിനീങ്ങൾ ആണപെണ്ണ് ചെറുത് വലുതിനെയും അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നിന്നെ പേടിയില്ലാഞ്ഞിട്ടല്ല റബ്ബേ, ഞങ്ങളിൽ നിന്ന് പറ്റിപ്പോയതാണ് റബ്ബേ. ഞങ്ങളെ ക്ഷമ കൊണ്ട്, ഞങ്ങളെ ബുദ്ധിമോശം കൊണ്ട്, ഞങ്ങൾ മനുഷ്യരല്ലേ, പിശാചിന്റെ ശർറിൽപ്പെട്ട് ഞങ്ങൾ ചെയ്തതാണ് തമ്പുരാനെ. നീ രാജാതിരാജനായ എല്ലാം പടച്ചു പരിപാലിക്കുന്ന ഏകനായ ഇലാഹല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ മാപ്പാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മാപ്പാക്കുന്നത്? ഞങ്ങൾ ഇത്തിരി പോന്ന ചെറിയ അടിമകളല്ലേ, ഞങ്ങളെ ശിക്ഷിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ അല്ലാ? നിന്റെ ഈ ഭൂമിയിൽ നീയല്ലേ ഉമ്മാക്കും ഞങ്ങളെ ഉപ്പാക്കുമായിട്ടൊരു മകനെ നീ പടച്ചത്. നീ തന്നെയല്ലേ ഞങ്ങളെ സംരക്ഷിക്കേണ്ടത്. ഞങ്ങൾ ചെയ്ത തെറ്റ് നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാർക്ക് മശായിഖുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ കരളിൻ്റെ കഷ്ണങ്ങളായ മക്കൾക്ക്, ഞങ്ങളെ പെണ്ണുമക്കൾക്ക്, ആണുമക്കൾക്ക്, ഞങ്ങളടുത്ത് പഠിക്കുന്ന മക്കൾക്ക് എല്ലാം നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളോട് ദുആ ചെയ്യുന്നവർ, ഞങ്ങൾക്ക് ദുആ ചെയ്യുന്നവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, സ്നേഹം കാണിച്ചവർ, ഞങ്ങളുടെ എല്ലാ പ്രസംഗങ്ങളും കേൾക്കുന്നവർ, മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ മാഫാക്കണമല്ല. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർക്ക് പ്രത്യേകിച്ച് നീ മഗ്ഫിറത്ത് ചൊരിയണേ അല്ലാ. റഹ്മത്ത് കൊണ്ട് ഞങ്ങളെയും അവരെയും പറയപ്പെട്ടവരെയും നീ പൊതിയണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാ ദേഷ്യവും നീ എടുത്തു കളയണേ അല്ലാ. നീ ഞങ്ങളോട് കോപിക്കല്ലേ അല്ലാ. ആകാശഭൂമികൾ അധിപനായ അല്ലാ, കണ്ണെത്താ ദൂരത്തോളമുള്ള ആകാശത്തിന്റെ അധിപനായ അല്ലാ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ ഈമാനിനെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ മുറാദുകളൊക്കെ നിനക്കറിയാമല്ലോ അല്ലാ. ഞങ്ങളെ ആവശ്യങ്ങൾ നിനക്കറിയാമല്ലോ അല്ലാ. ഈ ഇരിക്കുന്ന ഉമ്മമാരുടെയും അവരുടെ ഇണകളുടെയും ഒക്കെ ആഗ്രഹങ്ങൾ നിനക്കറിയാമല്ലോ അല്ലാ. ഈ മജ്ലിസിന്റെ ഈ മാസത്തിന്റെ എല്ലാം ബർക്കത്ത് കൊണ്ട്, സ്വാലിഹീങ്ങളെ ഹക്ക് കൊണ്ട്, അലിയൻ കറമല്ലാഹു ഫാത്തിമത്ത് സഹ്റാ ബീവിയൊക്കെ അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട്, സ്വാലിഹാത്തുകളുടെ ബർക്കത്ത് കൊണ്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുഅ്ജിസത്ത് ബർക്കത്ത് ഹക്ക് ജാഹ് കൊണ്ട് ഞങ്ങൾക്ക് പൂർത്തിയായി ആവശ്യങ്ങളെയൊക്കെ സന്തോഷത്തോടെ നീ എത്തിച്ചു തരണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ഉള്ള വീട്ടിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. വീടിന്റെ പണി പൂർത്തിയാവേണ്ടവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. കടമുള്ളവർക്ക് വീട്ടിൽ കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയ സഹോദരികൾ, കുടുംബാദികൾ, ദുആ വസിയത്ത് ചെയ്തവർ, സ്നേഹിതകൾ, അവർക്കൊക്കെ നീ നല്ല ഇണകളെ നൽകണേ അല്ലാ. ആണുമക്കൾക്ക് നല്ല സ്വാലിഹത്തുകളായ നല്ല ക്ഷമയുള്ള വഴിപ്പെടുന്ന പെണ്ണുങ്ങളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സമ്പത്തില്ലാത്തവർക്ക് നീ ഹലാലായ സമ്പത്തിന് ആഖിറത്തിൽ വിജയിക്കുന്ന തരത്തിൽ തരണേ അല്ലാ. വീടില്ലാത്തവർക്കും വാടക വീട്ടിൽ കഴിയുന്നവർക്കുമെല്ലാം നീ സമ്പത്ത് നൽകണേ അല്ലാ. നീ ഐശ്വര്യം നൽകണേ അല്ലാ. നിന്റെ ഖജനാവിൽ നിന്ന് നീ തരണേ അല്ലാ. അല്ലാഹുവേ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. നാട്ടിലും വിദേശത്തുമായി കച്ചവടം, ഏർപ്പാടും ജോലിയുമൊക്കെ ആയി കഴിയുന്നവർ, പള്ളികളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, എല്ലാവർക്കും നീ ബർക്കത്തും അഭിവൃദ്ധിയും സമ്പത്തും നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ ഈമാനും തഖ്വയും നാഫിയായിൽ മേറ്റിത്തരണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മമാർക്ക്, ഈ പറയപ്പെട്ടവർക്ക്, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക്, ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, എനിക്ക് എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ദീർഘായുസ് തരണേ അല്ലാ. നിന്റെ ത്വാഅത്തിൽ ഇസ്സത്തോടെ, ഈമാനോടെ, ഐശ്വര്യത്തോടെ നല്ല വീടിലായി ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണേ അല്ലാ.
എല്ലാ പ്രശ്നങ്ങളും സീറും കണ്ണേറ് രോഗങ്ങളൊക്കെ നീ മാറ്റണേ അല്ല. എല്ലാ ദുസ്വഭാവങ്ങളും ദേശീയ സ്വഭാവങ്ങളും ആർത്തിയും ഭണ്ഡാരവും എല്ലാം മാറ്റണേ റഹ്മാനെ. ഞങ്ങളെ നീ നല്ലവരാക്കണേ അല്ല, നല്ലവരാക്കണേ അല്ല. നിന്റെ സ്വാലിഹീങ്ങളെ നീ ഹിദായത്തിലാക്കിയതുപോലെ അവരെ വഴിയിലേക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെയും നീ ചേർക്കണേ അല്ല. റഹ്മാനെ, ഈ നാട്ടിൽ SYSന്റെ 30-ാം വാർഷികം നടക്കാൻ പോവുകയാണ്. ശൈഖുന മൗലാന പേരോട് ഉസ്താദ് വരികയാണ്. 25 വർഷത്തിന് ശേഷം ഈ നാട്ടിലേക്ക് എത്തുകയാണ്. പരിപാടി നീ പൂർണ്ണ വിജയത്തിലാക്കണേ അല്ലാ. ശൈഖുന കാന്തപുര ഉസ്താദിനും അവരുടെ ശിഷ്യന്മാർക്കും എല്ലാ പണ്ഡിതന്മാർക്കും പേരോട് ഉസ്താദിനും ദീർഘായുസ്, ആഫിയത്ത്, ഓർമ്മശക്തി, ഇസ്സത്ത്, ഹിമ്മത്ത് നീ എല്ലാം നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങളുടെയും അവരുടെയും പദ്ധതികളൊക്കെ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെയും ഭർത്താക്കന്മാരെ ഞങ്ങളെ ഇണകളെയും എല്ലാം നീ സ്വർഗത്തിൻ്റെ തൊട്ടിലിൽ ആടുന്നവരെന്ന് യാസീൻ സൂറത്തിൽ പറഞ്ഞതുപോലെ സന്തോഷത്തോടെ ഈ ദുനിയാവിൽ ഇണകളായതുപോലെ സ്വർഗത്തിലും ഇണകളാക്കണേ അല്ലാഹ്. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.